കമ്മ്യൂണിറ്റി, നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുട്ടനാടൻ താറാവ് കറി എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ: കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന താറാവ്, ഞാനിവിടെ 1.5 കിലോയാണ് മേടിച്ചിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കറുവാപ്പട്ട, പെരുംജീരകം, തക്കോലം, ഏലയ്ക്ക, ജാതിപത്രി, ഗ്രാമ്പൂ, ഇഞ്ചി നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി, പച്ചമുളക് ഒരു 4 എണ്ണം, വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 5 വെളുത്തുള്ളിയോളം, ഞാൻ വലിയ വെളുത്തുള്ളിയാണ്, ഞാൻ 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു 3 തക്കാളി, ചെറിയ തക്കാളി ആയതുകൊണ്ട് 3 തക്കാളി അരിഞ്ഞത്, വലുതാണെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം എടുത്താൽ മതിയാകും. പിന്നെ ഒരു 5 ചെറിയ സബോള നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് വലിയ സബോളയാണെങ്കിൽ നിങ്ങളൊരു 4 എണ്ണം എടുത്താൽ മതി. ശരിക്കും പറഞ്ഞാൽ ഉള്ളിയാണ് ഏറ്റവും ടേസ്റ്റ്, പക്ഷേ എനിക്കിവിടെ ഉള്ളി കിട്ടാത്തതുകൊണ്ട് ഞാൻ സബോള എടുത്തുകൊണ്ടേ ഉള്ളൂ. പിന്നെ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത്. ചൂടായി വെച്ചിരിക്കുന്ന പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന കറുവാപ്പട്ട, പെരുംജീരകം, തക്കോലം, ജാതിപത്രി, ഗ്രാമ്പൂ, ഇത്രയും സാധനങ്ങൾ ചൂടായി വന്നിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ചൂടായി വരുന്നതേ ഉള്ളൂ, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിലേക്ക് ചേർക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഇത് അത്യാവശ്യത്തിനൊന്ന് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള നേരെ ചേർക്കുകയാണ്. ഇത്രയും നേരം ഞാൻ ലോ ഫ്ലെയിം ഒന്നും അല്ലായിരുന്നു, ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലേക്ക് സബോള അരിഞ്ഞിടുകയാണ്. നന്നായി ഇളക്കി കൊടുക്കുക. ഈ സബോള വാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ചേർക്കുക. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ സബോള എളുപ്പത്തിൽ ഇത് നന്നായി വാടിക്കിട്ടുന്നതാണ്. ഇളക്കി കൊടുക്കുക. സബോള ഒരുവിധം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഞാൻ ചേർക്കുകയാണ്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് വേണ്ട പൊടികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മല്ലിപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ, മുളക് പൊടി ഒരു ചെറിയ ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഓപ്ഷണലാണ്. കുരുമുളകാണ് ഇത് മെയിനായിട്ട് വേണ്ടത്. കുട്ടനാടൻ താറാവ് കറിക്ക് മെയിനായിട്ട് വേണ്ടത് കുരുമുളകിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കേണ്ടത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ പെരുംജീരകം, തക്കോലം, കറുവാപ്പട്ട, ജാതിപത്രി, ഏലയ്ക്ക എല്ലാം കൂടെ ചേർത്ത് വീട്ടിൽ തന്നെ ചേർത്തത് മസാലക്കൂട്ടാണ്. ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്കും നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കഴിഞ്ഞു തീയ. കാരണം ഒത്തിരി ഹൈ ഫ്ലെയിം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് എപ്പോഴും പൊടികൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാവൂ. മല്ലിപ്പൊടി ഒരുവിധം വാടിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പെരുംജീരകം ഉള്ള ആ മസാലക്കൂട്ട് അതിലേക്ക് ഇടാം. വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. പിന്നീട് കുരുമുളക് പൊടി, മുളക് പൊടി ചേർക്കുക. ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക.
ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഡയറക്റ്റ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന താറാവിനെ ഇട്ട് കൊടുക്കുകയാണ്. ഇളക്കി കൊടുക്കുക. അതിൻ്റെ മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായി ഇളക്കി ചേർക്കുക. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇളക്കി അതിനകത്തേക്ക് ചേർക്കുക. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തീ ആക്കി വെച്ചിട്ട് നമുക്ക് ഇത് മൂടി വെക്കാവുന്നതാണ്. ഒരു 20 മിനിറ്റ് അത് മിനിമം അത് വേവാനായിട്ട് നമുക്ക് അടച്ചു വെക്കുക. അതിനുശേഷം നമുക്ക് നോക്കാം വെന്തിട്ടുണ്ടോയെന്ന്. വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടി നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. നമ്മുടെ താറാവ് കറി ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ, 1-ാം പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഒന്ന് കുറയ്ക്കുക. കടുക് പൊട്ടിക്കാൻ വേണ്ട സാധനങ്ങൾ: സബോള അരിഞ്ഞത്, വറ്റൽമുളക്, വെളുത്തുള്ളി 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, കടുക്. ഞാനിത് പാനിലേക്ക് ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഞാൻ അതിലേക്ക് ചേർക്കുകയാണ്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് സബോളയും വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും അതിലേക്ക് ചേർക്കാവുന്നതാണ്. കടുക് ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട്. ചെറുതായി ഇളക്കി കൊടുക്കുക. ഇത് ഒരുവിധം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. കാരണം ഗോൾഡൻ ബ്രൗൺ നിറത്തിലേക്ക് ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡയറക്റ്റ് നമ്മുടെ കറിയിലേക്ക് ചേർക്കാവുന്നതാണ്. നമുക്ക് ഇത് കടുക് പൊട്ടിച്ച ശേഷം നമുക്കിത് മൂടി വെക്കണം. മൂടി വെച്ചാൽ മാത്രമേ അതിൻ്റെ എല്ലാം എസൻസ് അതിനകത്തേക്ക് പിടിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മളിത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മൂടി വെച്ചേക്കുവാണ്. അങ്ങനെ നമ്മുടെ കുട്ടനാടൻ താറാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കറി നമുക്ക് പാലപ്പത്തിൻ്റെ കൂടെയോ കള്ളപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും പറ്റിയാൽ ഈ കറി ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പറ്റുവാണെങ്കിൽ ഷെയർ ചെയ്യണം. താങ്ക് യു.